നമസ്കാരം, ഞാൻ മൃണാൾ. നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് ബ്രാഞ്ചുകളെ കുറിച്ച് സംസാരിക്കാം. നന്നായി നടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലെ അതിൻ്റെ ഓണർ സ്വാഭാവികമായിട്ട് ആലോചിക്കുമല്ലോ നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് തുടങ്ങാമെന്ന്. ഈശ്വര ക്യാബേജ്, ബീട്രൂട്ട്, എന്തിനാ ഇംഗ്ലീഷ് വെജിറ്റബിൾസ്. ഇവിടെ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ പച്ചക്കറി കിട്ടാനില്ലേ. എത്ര നന്നായി നടക്കുന്ന ഒരു ബ്രാഞ്ചാണെങ്കിലും രസം കുറച്ച് ദൂരെ ഏതെങ്കിലും ഒരു സിറ്റിയിലും, എന്നുവെച്ചാൽ കോഴിക്കോട് നടക്കുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ മലപ്പുറത്തോ തൃശ്ശൂരോ പാലക്കാട്ടോ കൊച്ചിയിലോ അടുത്ത ബ്രാഞ്ച് വരില്ലേ. അങ്ങനെ നെക്സ്റ്റ് ബ്രാഞ്ച് തുടങ്ങി ബുദ്ധിമുട്ടിലായ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അങ്ങനെ വേറെ സിറ്റീസിലേക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് സക്സസ്ഫുള്ളായ വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സേ ഉള്ളൂ. വളരെ കുറച്ച്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ക്യൂസീൻ ഉണ്ടല്ലോ, കേരള ക്യൂസീനൊക്കെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. താങ്ക്സ്. വേണമെങ്കിൽ ചെറിയായിട്ട് ഉപയോഗിക്കാം, പറ്റൂല, പൊട്ടിപ്പോയി. സോറി, 4 വെള്ളം വരുന്നത് ഭക്ഷണം കഴിക്കില്ല. ഞാൻ പറഞ്ഞു വന്ന് ഹരിഭവനം, അന്നപൂർണ്ണ രണ്ടും കോയമ്പത്തൂരിലെ റെസ്റ്റോറൻറ്റ്സ് ആണ്. കേസ് സ്റ്റഡി പോലെ പഠിക്കേണ്ട സാധനമാണ് രണ്ടിൻ്റെ എക്സ്പെൻസ്. മട്ടൻ്റെ ഫാറ്റും എല്ലും. ഈ കൈ എടുത്തിട്ട് ഇത് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനതൊന്ന് വിളമ്പട്ടെ. 3 എണ്ണം മട്ടൻ, ചിക്കൻ, ഫിഷ് മാത്രം ചെറുതില്ല, തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും പെട്ടെന്ന്. 3 ടൈപ്പ് മക്കൻ. രസം വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും സിറ്റിയിലേക്ക്, വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിലായ ഒരുപാട് പേരുടെ കഥകളുണ്ടെങ്കിലും ഒരു സിറ്റിയിൽ മാത്രം അന്നപൂർണ്ണ എക്സ്പാൻഡ് ചെയ്ത് കോയമ്പത്തൂർ മാത്രമാണ്. ഉണക്കമീൻ്റെ ടേസ്റ്റാണ്, കൊള്ളാം, എരിവുണ്ട്. അന്നപൂർണ്ണയ്ക്ക് 19 റെസ്റ്റോറൻറ്റ് ഉണ്ട് കോയമ്പത്തൂർ. ഹരിഭവനം എക്സ്പാൻഡ് ചെയ്ത് കോയമ്പത്തൂർ മാത്രം 8 എണ്ണം. ഹരിഭവനത്തിൻ്റെ ഹൈവേയിലുള്ള റെസ്റ്റോറൻ്റാണ് കോയമ്പത്തൂരിൽ നിന്ന് ഈ റോഡ് പോകുന്ന വഴിക്ക്. ഈ ഹൈവേയിൽ പോകുന്ന ആൾക്കാർ ഹരിഭവൻ എത്ര വലിയ ഗ്രൂപ്പാകുന്നു, കോയമ്പത്തൂർ അവരുടെ ലെഗസി ഒന്നും അറിയണമെന്നില്ല. എന്നിട്ട് പിന്നെ റേറ്റിംഗ് 4.6 ആണ്. ഇത്രയധികം ആൾക്കാർ റേറ്റ് ചെയ്തു. ഹൈവേയിൽ ഒരു റെസ്റ്റോറൻറ്റ് 4.6 ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് വലിയ പാടാണ്. മട്ടൻ്റെ ഫ്ലേവറുണ്ട്, വെറുതെ ഉപായത്തിലായിട്ട് അറിയാല്ല. കാറിൽ വെച്ചിട്ട് കൂട്ടുകാർ തമ്മിലോ ഭാര്യയും ഭർത്താവ് തമ്മിലോ ഒരു വഴക്കുണ്ടായാൽ പോലും ഒരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ മൂഡിനെ വല്ലാതെ അത് ബാധിക്കും. നമ്മൾ ഫുഡ് കുഴപ്പമായതുകൊണ്ടാണ് നമ്മുടെ മൂഡ് മോശം, നമ്മൾ ചിലപ്പോൾ വിചാരിക്കുകയും ചെയ്യും. എന്നിട്ട് റേറ്റ് ചെയ്യും. ഹൈവേയിലെ പല തരക്കാർ, പല നാട്ടുകാർ, പല പ്രൈസ് റേഞ്ചിൽ സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ട്രാവൽ ചെയ്തിട്ട് ഇത്രയും റേറ്റിംഗ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ സംതിങ് ഗ്രേറ്റ്. ഇപ്പം അപ്പുറത്തിന് ഒരു വികാരമില്ല. 19 വലിയ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുക, അതെല്ലാം ഒറ്റ സിറ്റിയിൽ. 10-15 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് കോയമ്പത്തൂർ. ഒരു കുഴപ്പമില്ല. സൗണ്ട് എഫക്റ്റും പോയി. ആ ഗ്രേവി ഫിഷ് കറി എല്ലാത്തിനും എരിവുണ്ട്. ഒരു സിറ്റിയിൽ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് റിസോഴ്സസ് പൂൾ ചെയ്യാൻ പറ്റും. ആ മാർക്കറ്റിലുള്ള ആ റെസ്റ്റോറൻറ്റ് ബൈങ് പവർ ഒന്ന് ആലോചിച്ച് നോക്കും. സപ്ലൈസിൻ്റെ അടുത്തൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, ചോദിക്കാതെ ചോറ് കൊണ്ട് തരിക. താങ്ക് യു. എൻ്റെ നമ്പർ കൊടുത്താലോ, പോരുന്നു എൻ്റെ കൂടെ നിൽച്ചാലോ. നല്ലതല്ല, കൊച്ചി കിട്ടുമല്ലോ, ഇവിടെ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു വന്നു വെച്ചാൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് 19 റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും 10 റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് 20,000 രൂപ സ്പെൻഡ് ചെയ്ത ആ സിറ്റിയിൽ 2 ലക്ഷം രൂപയുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റായി. ഇത്രയധികം പച്ചക്കറി മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയധികം മട്ടൺ മേടിക്കുമ്പോൾ നമുക്കൊരു മോശം പച്ചക്കറി കൊണ്ടുതരാനോ അല്ലെങ്കിൽ മോശം ഇറച്ചി കൊണ്ടുതരാനോ ഒരാൾക്കും തരുന്നുണ്ടാവില്ല. സ്റ്റാഫ് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പെട്ടെന്നൊരു പകർച്ചപ്പനി എങ്ങാനും വന്നു, വെള്ളത്തിലോ മറ്റോ പകരുന്ന സാധനം ഉണ്ടാവില്ല, 10 പേര് ലീവായി, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിൽ ഓരോരാളെ എടുത്താൽ മതി, ഇവിടെ ഇട്ടാൽ മതി. എന്തൊക്കെ പൂളിയ റിസോഴ്സ്, ഭീകരമാണ്, ഭയങ്കര ബ്രില്യൻസ് ആണത്. ഒറ്റ നോട്ടത്തിലൊരു സാധാരണ മനുഷ്യന് മണ്ടപ്പുരമെന്ന് തോന്നുന്നൊരു സ്ട്രാറ്റജിയാണ്. കാരണം ഈ സിറ്റിയിൽ നമുക്കൊരു വലിയ റെസ്റ്റോറൻറ്റ് ഇല്ലേ, അതുപോലെ പിന്നെ നമുക്ക് സേലത്ത് പോവാം, അല്ലെങ്കിൽ പാലക്കാട്ട് പോവാം, അല്ലെങ്കിൽ ഈറോഡ് പോവാം. അതല്ല ചിന്തിച്ചത്. ചിക്കൻ വരില്ല, വേണ്ട വേണ്ട, ഇല്ല, മുടിഞ്ചിരിച്ച്. എല്ലാ പ്രസ്ഥാനത്തിലും ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാവില്ലേ.
എല്ലാം ഒരു റൗണ്ട് ചോറ് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ എന്ന് പറയുന്നത് ചിക്കൻ അവൈലബിൾ അല്ല. കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആയി പോകില്ലേ? റസാക്ക പറയുന്ന പോലെ മനുഷ്യൻ പെർഫെക്റ്റ് ആയി പിന്നെ എന്തിനു കൊള്ളാം? പിന്നെ മനുഷ്യനല്ലാതായി പോലെ ദൈവമായി പോലെ. നമുക്കൊരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ, ഒരു മാസം ഒരു 5 ലക്ഷം രൂപയുടെ ബില്ലാണ് മൊത്തം മീറ്റിന് വരുന്നതെങ്കിൽ മോശം മീറ്റൊക്കെ മിക്സ് ചെയ്ത് ഇഷ്ടംപോലെ തരുന്ന സിറ്റുവേഷൻസ് കേൾക്കാറുണ്ട്. പക്ഷെ 10 റെസ്റ്റോറൻറ്റ്, ഓരോ റെസ്റ്റോറൻറ്റും 5 ലക്ഷം രൂപയ്ക്ക് മട്ടൺ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മീറ്റ് വാങ്ങിക്കുന്നുണ്ട്. ആർക്കാ ധൈര്യം വരും ഒരു മോശം സാധനം തരാൻ? ഒരു സിറ്റിയിൽ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഹയറിംഗ് ഒക്കെ നല്ല പാടായിരിക്കും. പക്ഷെ ആ സിറ്റിയിൽ നമ്മൾ എവിടെ നോക്കിയാലും ഈ ബോർഡ് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൊള്ളാകുന്ന പണിക്കാർ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വരും. എല്ലാവരും പോകും. അതുപോലെ ഒറ്റ സിംഗിൾ കസ്റ്റമർ ബേസ് ആ സിറ്റിയിൽ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ തലപ്പത്തിരിക്കുന്നതായിരിക്കും. ആ സിറ്റിയിലുള്ള ഭൂരിഭാഗം ആൾക്കാരെയും ഓൾമോസ്റ്റ് മുഖപരിചയം വരുന്ന രീതിയിലേക്ക് എത്തും. കാരണം ഇവിടെ അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ചിൽ കാണുമല്ലോ. തൈര് വന്നപ്പോൾ എരിവ് കുറഞ്ഞു, പക്ഷെ പുളിയും കുറഞ്ഞു. അതെനിക്കിഷ്ടമായില്ല. ഞാൻ തൃപ്പൂണിത്തുറ ജസ്റ്റ് റെസ്റ്റോറൻറ്റ് തുറന്നേ ഉള്ളൂ. സോഫ്റ്റ് ഓപ്പണിങ്. എടപ്പള്ളിയിൽ റെസ്റ്റോറൻറ്റ് അടുത്ത മാസം ആയിരിക്കും തുറക്കുന്നുണ്ടാവും. എനിക്ക് പോലും എത്ര ഓഫേഴ്സ് കിട്ടുന്നതെന്ന് അറിയാം. സൗദിയിൽ തുടങ്ങാം, അവിടെ തുടങ്ങാം, ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പച്ചക്കറിയുടെ ഏരിയയിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് പറയാം, നല്ലൊരു ടീമിനെ ഹയർ ചെയ്തിട്ട്, നല്ലൊരു ടീം എന്ന് പറഞ്ഞപ്പോൾ IT കമ്പനികളൊക്കെ കേട്ടിട്ടില്ല, CMO, CTO, CFO, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഹെഡ് ചെയ്യാൻ കിട്ടില്ല മനുഷ്യന്മാർ, ശമ്പളം കൊടുത്താൽ മതി, നല്ല ആളെ കിട്ടില്ലേ? അങ്ങനെ ചെയ്താൽ പോലും ഭയങ്കര ടഫ് ടാസ്ക് ആയിരിക്കും. ലെജൻഡറി ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് A2B, അവിടെ ആനന്ദപുരം. അവർ പോലും ഫ്രാഞ്ചൈസ് ചെയ്തിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആ റൂട്ടിൽ ആ ബ്രാഞ്ച് അത് തീരെ പോരാട്ടോ. ക്വാളിറ്റി കൺട്രോൾ ഭയങ്കര പാടായിരിക്കും, പ്രത്യേകിച്ച് ഫ്രാഞ്ചൈസി മോഡിലേക്കും കൂടെ പോയി കഴിഞ്ഞാൽ. അന്നപൂർണ്ണ ഹരിഭവനം അവരിത് മുൻകൂട്ടി കണ്ടു. ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ നല്ല ആംബിയൻസാണ്, സ്റ്റാഫിന് നല്ല പെരുമാറ്റം, റൈറ്റ് ഫ്രം പുറത്തുള്ള സെക്യൂരിറ്റി, പിന്നെ ഒരു സിസ്റ്റം ഉണ്ട്, കാണാൻ നല്ല വൃത്തിയുണ്ട്. ഫുഡ് മോശമൊന്നുമല്ല, മട്ടൺ എക്സ്ട്രാ ഓർഡിനറിയാണ്. രക്തപ്പൊരിയില്ല അല്ലേ? അങ്ങനെ തണുപ്പായിരുന്നു. ആ ലിവറാണല്ലോ. അടുത്ത ആൾ വന്ന് ചോറും വിളമ്പിയിട്ട് പോയി. നമ്മൾ ചോദിച്ചില്ല. ശരവണ ഭവൻ ന്യൂയോർക്കിൽ കാണാം, ബെർലിനിൽ കാണാം, എല്ലാ രാജ്യത്തും കാണാം. കേരളത്തിൽ അവരുടെ ഒഫീഷ്യൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പാലക്കാട് അവിടെ വരണുണ്ട്. അവർ പല സ്ഥലത്തേക്ക് സക്സസ്ഫുള്ളി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാം ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അങ്ങനത്തെ ഉദാഹരണങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. പിന്നെ എല്ലാം പോയി. നല്ല പുളി, അച്ചാറ്, അങ്ങനത്തെ ഒന്നും പരിപാടിയില്ല. ഒരു രസവും കൂടി കഴിക്കാം. ഇതും പിന്നെ പച്ചക്കറി മാത്രമേ അവർ തന്നിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ പോലും ചമ്മന്തി, അച്ചാറ്, കൊണ്ടാട്ടം എന്തൊക്കെ ഉണ്ടാവുമല്ലേ? ആ കൊടുക്കുന്നതിന് പകുതി ആരും കഴിക്കൂല. പക്ഷെ എന്നാലും അത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചിലർ പറയുകയും ചെയ്യും. അവൻ്റെ പിന്നെയും ചോറ് കൊണ്ട് വന്നേക്കണം. ഇവർക്ക് ഇത് തന്നെ പണി. നമുക്ക് ഏതെങ്കിലും സിറ്റിയിൽ നിന്ന് നല്ലൊരു ഓഫർ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ നല്ലൊരു പ്രോപ്പർട്ടി കണ്ടതുകൊണ്ടോ ഒന്നും നമ്മൾ ആ സിറ്റിയിലേക്ക് പോകാതിരിക്കുന്നത് നല്ല സ്ഥലത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കഴിഞ്ഞിട്ട് പോരെ അടുത്ത സ്ഥലം.